ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സച്ചിയും അർച്ചനയും കൂടി ഒരു കടയിൽ വന്നിരിക്കുന്നതാണ്. അതേസമയം സച്ചിയുടെ ഒരു കൂട്ടുകാരൻ ഭാര്യയ്ക്കും കുഞ്ഞിനുമൊപ്പം അങ്ങോട്ടേക്ക് വരികയാണ്. എന്തൊക്കെയുണ്ട് വിശേഷമെന്നൊക്കെ അവർ സച്ചിയോട് ചോദിക്കുകയാണ്. അങ്ങനെ സംസാരത്തിനൊടുവിൽ കുട്ടികളൊന്നും ആയില്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് സച്ചി പറയുന്നു. തൽക്കാലം വേണ്ടെന്ന് വെച്ചതാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണ്, തൽക്കാലം വേണ്ടെന്ന് വെച്ചതാ. ഇത് കേൾക്കുന്ന കൂട്ടുകാരൻ പറയുകയാണ്, അങ്ങനെയൊന്നും വെക്കരുത് സച്ചി, ഞങ്ങളും തൽക്കാലം വേണ്ടെന്ന് വെച്ചതാ. ഇപ്പൊ ഞങ്ങള് എത്ര നാൾ കാത്തിരുന്നിട്ടാണെന്നറിയാമോ ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടിയത്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോ നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അയാൾ അവിടുന്ന് പോകുമ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് സച്ചിയും അർച്ചനയും. പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ സന്ധ്യയെയാണ്. സന്ധ്യ അർച്ചനയും നന്ദനെയും കാണാനായി വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. എന്താ ഡോക്ടർ, കാണണമെന്ന് പറഞ്ഞിട്ട് ഒന്നും പറയുന്നില്ലല്ലോ എന്ന് അർച്ചന പറയുമ്പോൾ സന്ധ്യ പറയുകയാണ്, അത് പിന്നെ എൻ്റെ പേഴ്സണൽ കാര്യമായതുകൊണ്ട് എവിടെ നിന്ന് പറയണമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഇക്കയുടെ മരണത്തോടനുബന്ധിച്ചുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഇക്കയുടെ മരണത്തിന് ഉത്തരവാദിയായ ആളുടെ വീടിൻ്റെ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. നേരിട്ട് ചെന്ന് അയാളെ കൊല്ലാമെന്നാ ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ പിന്നീട് ഓർത്തപ്പോൾ ആകെയുള്ളൊരു കച്ചിത്തുരുമ്പ് കൂടി ഞാൻ കാരണം ഇല്ലാതായാലോ എന്ന് എനിക്ക് തോന്നി. ആകെ കൺഫ്യൂഷനിലാണ് ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ. ഇതിനൊരു തീരുമാനമുണ്ടാക്കാൻ വേണ്ടിയാ നിങ്ങളോട് വരാൻ പറഞ്ഞത്. നിയമം വഴി പോയി ആ അഡ്രസ്സ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണോ അതോ മറ്റെന്തെങ്കിലും ചെയ്യണോ എന്ന് ഞാൻ ആലോചിക്കുകയാണെന്ന് സന്ധ്യ പറയുന്നു. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, വേണ്ട ഡോക്ടർ, നന്നായിട്ട് ആലോചിച്ചിട്ട് ഒരു തീരുമാനമെടുത്താൽ മതി. തുടർന്ന് നന്ദൻ പറയുകയാണ്, ആദ്യം നമുക്ക് ആ വീടിൻ്റെ അഡ്രസ്സിലുള്ള ആളെ പോയെന്ന് കാണാം. നേരായ അഡ്രസ്സാണോ എന്നും അയാൾ അവിടെ ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ആദ്യം നമുക്ക് തന്നെ ചോദിക്കാം, ആര് പറഞ്ഞിട്ടാ ഇതൊക്കെ ചെയ്തതെന്ന്. പറയാൻ പോകുന്ന പേര് ആരുടേതായിരിക്കുമെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഇത് ചെയ്തത് അവന്തിക ആയിരിക്കല്ലേ എന്ന് മാത്രമാ ഞാനിപ്പോൾ വിചാരിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ആ കുടുംബത്തിനോടുള്ള എൻ്റെ കടപ്പാട് കൊണ്ട് മാത്രമാ. തുടർന്ന് നന്ദൻ പറയുകയാണ്, ഈ മരണത്തിന് പിന്നിൽ അവന്തികയാണെന്ന് തെളിയുകയാണെങ്കിൽ സന്ധ്യയ്ക്ക് അവളെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിന് സന്ധ്യയോട് ആരും ഒന്നും ചോദിക്കാൻ വരില്ല. സന്ധ്യയ്ക്ക് എന്തിനും ഏതിനും കൂട്ടായിട്ട് ഞാനുണ്ടാകും. നെല്ലിശ്ശേരിയോട് ഒരു കടപ്പാടുണ്ടെന്ന് നേരത്തെ പറഞ്ഞില്ലേ, ആ കടപ്പാട് വെച്ച് അവളെ തീർത്ത് കളയുകയാ വേണ്ടത്. എന്നാൽ മാത്രമേ ഞങ്ങളുടെ കുടുംബത്തിനും അവിടെയുള്ള ആൾക്കാർക്കുമൊക്കെ സമാധാനം കിട്ടുകയുള്ളൂ. ഇതെല്ലാം കേട്ടതിന് ശേഷം അർച്ചന പറയുകയാണ്, നന്ദിട്ട, നമുക്ക് നാളെ തന്നെ അയാളുടെ വീട്ടിലേക്ക് പോകാം. ഒരു കോളനിയിലാ അയാൾ താമസിക്കുന്നത്. കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ അല്പം പ്രയാസമാണ് എന്ന് സന്ധ്യ പറയുമ്പോൾ, എത്ര പാടുപെട്ടാലും നാളെ നമ്മൾ അയാളെ കണ്ടെത്തിയിരിക്കും. നാളത്തോടെ എല്ലാത്തിനും അവസാനമായിരിക്കുമെന്നും നന്ദൻ പറയുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അർച്ചനയുടെ കാര്യങ്ങളെല്ലാം ഓർത്ത് വിഷമത്തോടെ പുറത്തുകൂടി നടക്കുകയാണ് സച്ചി. അതേസമയം അവന്തിക സച്ചിയുടെ അടുത്തേക്ക് വരുന്നു. എന്താ സച്ചി, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വിവാഹത്തിന് മുമ്പ് വരെ നിന്റെ എല്ലാ കാര്യങ്ങളും നീ എന്നോട് തുറന്നു പറയുമായിരുന്നു. വിവാഹം കഴിഞ്ഞതിൽ പിന്നെ ഞാൻ നിന്നോട് ഒന്നിനെ പറ്റിയും ചോദിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ അതിന്റെ അർത്ഥം എനിക്ക് നിന്നോടുള്ള സ്നേഹം കുറഞ്ഞെന്നല്ല. കുറച്ചു ദിവസമായിട്ട് നിനക്കെന്തോ പ്രശ്നമുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. കൃത്യമായി പറഞ്ഞാൽ സന്ധ്യയെ കാണാൻ പോയി വന്നതിന് ശേഷം ചെക്കപ്പിന് ശേഷം സന്ധ്യ എന്താ പറഞ്ഞത്? നിങ്ങൾ രണ്ടുപേരിലും ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞോ? അങ്ങനെയൊന്നുമില്ല ഏട്ടത്തി, എല്ലാം ഏട്ടത്തിക്ക് തോന്നുന്നതാ. കേൾക്കുന്ന അവന്തിക പറയുകയാണ്, നീ പറയുന്നത് കള്ളമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഏത് നേരം വേണമെങ്കിലും പൊട്ടാവുന്ന ഒരു ബോംബും കൊണ്ടല്ലേ നീ നടക്കുന്നത്. ഏട്ടത്തി, എന്റെ കാര്യമോർത്ത് കൂടുതൽ ടെൻഷൻ ആകേണ്ട, എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞ് സച്ചി മുറിയിലേക്ക് പോകുന്നു. ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്, കുഴപ്പം നിനക്കാണോ അതോ അർച്ചനയ്ക്കാണോ? നീയും അർച്ചനയും എത്ര കാലം സത്യമെല്ലാം മറച്ചു വെക്കും സച്ചി? എന്നാണെങ്കിലും ഇത് എല്ലാവരും അറിയേണ്ടതല്ലേ? ഇത് കേൾക്കുന്ന സച്ചി ദേഷ്യത്തോടെ പറയുകയാണ്, ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തൊക്കെ ഏട്ടത്തിക്ക് അറിയേണ്ടത്? സമയമാകുമ്പോൾ അർച്ചന പ്രസവിച്ചോളും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പവുമില്ല. അർച്ചന പ്രസവിക്കാത്തതിന്റെ വേവലാതി ഏട്ടത്തിക്ക് വേണ്ട. കറുപ്പിച്ച് ഒന്നും പറയേണ്ടെന്ന് കരുതുമ്പോ ഏട്ടത്തി എന്നെ കൊണ്ട് പറയിപ്പിച്ചേ അടങ്ങൂ അല്ലേ? എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലേ ഞങ്ങൾ സഹിച്ചു. ഏട്ടത്തി അതിൽ കൂടുതൽ ഇടപെടാൻ വരണ്ട. അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ സച്ചി പോകുമ്പോ നാണം കെട്ട് തല കുനിച്ച് നിൽക്കുകയാണ് അവന്തിക. അതേസമയം അർച്ചന സച്ചി ആഹാരം കഴിക്കാനായി വിളിക്കുമ്പോൾ സച്ചി വേണ്ടെന്ന് പറയുകയാണ്. അർച്ചന വീണ്ടും നിർബന്ധിക്കുമ്പോൾ സച്ചി അർച്ചനയോട് ദേഷ്യപ്പെടുകയാണ്. ഒരു തവണ ഒരു കാര്യം പറഞ്ഞാൽ ഇവിടെ ആർക്കും എന്താ മനസ്സിലാകില്ലേ എന്ന് പറഞ്ഞ് സച്ചി ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നു. ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് വിഷമത്തോടെ മുറിയിലേക്ക് ചെന്ന് പൊട്ടിക്കരയുന്ന അർച്ചനയാണ്. തുടർന്ന് സച്ചി മുറിയിലേക്ക് ചെല്ലുകയാണ്. ഞാൻ പറഞ്ഞത് കേട്ടിട്ട് തനിക്ക് വിഷമമായില്ലേ? അതെനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോ അറിയാതെ പറഞ്ഞു പോയതാണെന്ന് സച്ചി പറയുന്നു. തുടർന്ന് അർച്ചന ചോദിക്കുകയാണ്, സച്ചിയേട്ടന് ദേഷ്യം വരാനും മാത്രം ഞാൻ താഴെ വെച്ച് എന്താ പറഞ്ഞത്? എടോ, താൻ എന്നോടൊന്നും പറഞ്ഞില്ല. അവന്തികേട്ടത്തി എന്നോട് ഓരോന്ന് ചോദിച്ച്
ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ താൻ വന്നത്. എല്ലാവരോടുമുള്ള ദേഷ്യമാണോ സച്ചേട്ടൻ എന്നോട് തീർത്തത്? സച്ചേട്ടന് വേണമെങ്കിൽ എന്നെ തല്ലാം, വഴക്കു പറയാം. പക്ഷേ അതൊക്കെ ഈ 4 ചുവരുകൾക്കുള്ളിൽ മാത്രമാകണം. താൻ എന്നോട് ക്ഷമിക്ക്. നമുക്ക് കുട്ടികൾ ഉണ്ടാകില്ലെന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ദേഷ്യം വന്നതാ. സച്ചേട്ടാ, ഞാനൊന്ന് ചോദിക്കട്ടെ, സച്ചേട്ടൻ എന്നിൽ നിന്നും എന്തെങ്കിലും മറക്കുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഇപ്പോഴല്ല, കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം തന്റെ തോന്നലുകളാണെന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുകയാണ്, എന്റെ തോന്നലുകളെല്ലാം ശരിയാകാറാ പതിവ്. തുടർന്ന് സച്ചി വീണ്ടും അർച്ചനയോട് മാപ്പ് പറയുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.